കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ. അവിടെ ഒരു സമാധാന പുത്രനുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവന്മേൽ വസിക്കും, ഇല്ലെന്നു വരികിലോ നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും. അനുഗ്രഹിക്കപ്പെട്ട ഈ വാക്യത്തിനാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ ആരംഭവാക്യം മുതൽ നമ്മൾ മനസ്സിലാക്കുന്നത് യേശു കർത്താവ് 70 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് സുവിശേഷം പറയുവാൻ അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുവാനായിട്ട് തിരഞ്ഞെടുത്ത് ജാതികളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ വീടുകളിലേക്ക് ദേശത്തിലേക്കൊക്കെ അയക്കുന്ന ഒരു ഭാഗത്തെ നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. യേശു ഇവരെ അയക്കുന്ന സമയത്ത് ഇവരെന്തെല്ലാം പാലിച്ചിരിക്കണം എന്നും കൂടെ നമുക്ക് ആ ഭാഗങ്ങളിൽ വായിക്കപ്പെടുന്നുണ്ട് അല്ലേ. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. അതുകൊണ്ടാണ് ശിഷ്യഗണത്തെ യേശു ജാതികളിലേക്ക് ഇല്ലെങ്കിൽ ദേശത്തിലേക്ക് അയക്കുവാൻ തക്കവണ്ണം ഇടവന്നത്. ഇന്നും ആ സന്ദേശത്തിന് പ്രസക്തിയുണ്ട്. കൊയ്ത്ത് വളരെയാണ്, വേലക്കാരോ ചുരുക്കമെന്ന് നമുക്ക് തിരുവചനത്തിലൂടെയും ഇന്നത്തെ സാഹചര്യത്തിലൂടെയും മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അടുത്തവരോട് പറഞ്ഞ കണ്ടീഷൻ ഇതാണ്: ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? ചെന്നായ്ക്കൾ എന്ന് പറയുന്നത് ലോകത്തിലെ പാപികൾ, ദുഷ്ടന്മാരെ കാണിക്കുന്നതാണ് അല്ലേ. എന്തുവാ ചെന്നായുടെ സ്വഭാവം എന്ന് ചിന്തിച്ചാൽ, കുഞ്ഞാടിനെ കണ്ടു കഴിഞ്ഞാൽ ചെന്നായ അതിനെ തിന്നുകളയും. അതാണ് അതിൻ്റെ സ്വഭാവം. എന്താണ് നമ്മോട് കർത്താവ് അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ചെന്നായുടെ മുമ്പിൽ ചെന്നായെ പോലെ അയക്കുന്നു എന്നല്ല, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. എന്താ അർത്ഥം? അവർക്ക് നമ്മൾ ആഹാരമായിട്ട് മാറണം. സുവിശേഷത്തിന്റെ ശക്തി അതാണ്. സ്തോത്രം. ഒരു ദിവസം കൊണ്ട് ഒരാളിനെ മാനസാന്തരത്തിലേക്ക് നടത്തുവാൻ കഴിയുകയില്ല എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കും. നിരന്തരമായുള്ള പ്രാർത്ഥനകളും നിരന്തരമായുള്ള സ്തോത്ര ഉപദേശങ്ങളും നിരന്തരമായുള്ള ദൈവവചന ധ്യാനങ്ങളും പഠിപ്പിക്കലുകളും ഒക്കെയാണ് ഒരാളിനെ ദൈവത്തിങ്കിലേക്ക് നടത്തുവാൻ തക്കവണ്ണം ഇടവരുന്നത്. അടുത്തവരുടെ പറഞ്ഞ വാചകം ഇതാണ്: സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത്, വഴിയിൽ വെച്ച് ആരെയും നിങ്ങൾ വന്ദനം ചെയ്യരുത്. ഏത് വീട്ടിൽ ചെന്നാലും ആ വീടിന് സമാധാനം എന്ന് ആദ്യം പറയുവൻ. ഈ ഭാഗമാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെന്നാൽ ആ വീട്ടിലേക്ക് നമ്മൾ ചെന്ന ഉടനെ ആദ്യം പറയേണ്ടത് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുവൻ. എന്താ അതിൻ്റെ അർത്ഥം? എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മുടെ ദൈവം വിളിച്ചിരിക്കുന്നത് സമാധാനം ഘോഷിക്കുന്നവരായിട്ടാണ്. സുവിശേഷത്തെക്കുറിച്ച് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ സദ്വർത്തമാനം, ഗുഡ് ന്യൂസ് അല്ലേ. ആ വാക്ക് അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അല്ല, സ്തോത്ര തിരുവചനം വ്യക്തമായി നമുക്ക് നൽകുന്ന സൂചനയും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം എന്ന് പറയുന്നത് അത് സമാധാനത്തിൻ്റെതാണ്, അത് സദ്വർത്തമാനമാണ്, അത് ഗുഡ് ന്യൂസ് ആണ്. സ്തോത്രം. അല്ലാതെ അവരെ തകർക്കാനോ അവരെ നശിപ്പിക്കാനോ അവരെ പിന്തിരിപ്പിക്കാനോ അവരെ ശപിക്കാനോ അല്ല നമ്മളെ ദൈവം വിളിച്ചത്. നമ്മളൊരു വീട്ടിൽ ചെന്നാൽ അവരെ അനുഗ്രഹിക്കണം, അവർക്ക് സമാധാനം എന്ന് പറയണം. നമ്മളവിടെ ചെല്ലുമ്പോൾ വീടുകൾക്ക് ആശ്വാസമായി മാറണം, അവർക്ക് അനുഗ്രഹമായി മാറണം. ഇതിനു വേണ്ടിയാണ് അത് സ്തോത്രം യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് പറഞ്ഞയച്ചത്. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന നമ്മളെല്ലാവരും ഓരോരുത്തരും സുവിശേഷകന്മാരാണ്. പാസ്റ്റർമാർ മാത്രമല്ല, പ്രവാചകന്മാർ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും യേശുക്രിസ്തുവിനെ സുവിശേഷിക്കുന്നവരാണ്, മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നവരാണെന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. അപ്പൊ നിങ്ങളൊരു വീട്ടിൽ ചെന്ന സമാധാനമെന്ന് പറയുവൻ. പറഞ്ഞാൽ തീരുമോ? ഇല്ല. അവിടെ ഒരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ ആ സമാധാനം ആ വീട്ടിനകത്ത് വസിപ്പാൻ ഇടയാകും. അല്ല എങ്കിൽ പറയുന്നു നിങ്ങളോടൊപ്പം അത് തിരികെ വരും. എന്താ അതിൻ്റെ അർത്ഥം? ഒരു വീട്ടിൽ അനുഗ്രഹം പറയുമ്പോൾ, ഒരു വീട്ടിൽ സമാധാനം എന്ന് പറയുമ്പോൾ ആ യോഗ്യത അത് പ്രാപിപ്പാൻ, ആ അനുഗ്രഹം പ്രാപിപ്പാൻ, ആ വിടുതൽ പ്രാപിപ്പാൻ, ആ സൗഖ്യം പ്രാപിപ്പാൻ ആ വീട് യോഗ്യമാണെങ്കിൽ മാത്രമേ ആ അനുഗ്രഹം, ആ സമാധാനം ആ വീട്ടിനകത്ത് വെളിപ്പെട്ട് വരികയുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി സന്ദേശം പങ്കുവെക്കുമ്പോൾ നമ്മോട്, ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ഒരു തിരുവചന സന്ദേശം ഞാൻ ഉറപ്പിച്ച് പറയാം. ഏതെങ്കിലും തരത്തിലുള്ള പ്രാർത്ഥനകൾ കൊണ്ടോ ഇല്ലെങ്കിൽ ദൈവവചനം ധ്യാനിച്ചു എന്ന് പറയുന്നത് കൊണ്ട് മാത്രമോ നന്മ നമ്മുടെ ജീവിതത്തിനകത്തേക്ക് വരണമെന്നില്ല. ദൈവം ഒരു നന്മ നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കണമെങ്കിൽ
അത് പ്രാപിപ്പാൻ നമ്മൾ യോഗ്യരായിരിക്കണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാക്കുക, യേശു നമ്മെ അനുഗ്രഹിക്കണമെങ്കിൽ അത് പ്രാപിപ്പാനുള്ള യോഗ്യത നമുക്കുണ്ടായിരിക്കണം. ആ യോഗ്യതയിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗമിടവരുത്തിയാട്ട്. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവ്